ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെൻഡിച്ചർ ആണ്, റവന്യൂ നാച്ചർ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2 or more ഇയറിലേക്ക് ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ ഒറ്റയടിക്ക് ഫുൾ എമൗണ്ട് എക്സ്പെൻസ് ആയി ട്രീറ്റ് ചെയ്യുന്നതിന് പകരം സെവറൽ ഇയറിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. എക്സ്പെൻസിന് ലോങ് ടേം ബെനിഫിറ്റ് ആയിരിക്കും, പക്ഷേ റവന്യൂ നാച്ചർ ആയിരിക്കും. അതാണ് ഇതിൽ പറയുന്നത്. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് റവന്യൂ എക്സ്പെൻസ് ഹാവിങ് ലോങ് ടേം ബെനിഫിറ്റ്. പിന്നെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ഫിക്റ്റീഷ്യസ് അസറ്റ് ആയിട്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അതായത് ഇപ്പോൾ 1,00,000 രൂപ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് അഡ്വർടൈസ്മെൻറ്റിന് വന്നു കഴിഞ്ഞാൽ അതിനെ ഫുൾ എമൗണ്ട് 1,00,000 എന്ന് കാണിക്കുന്നതിന് പകരം 20,000 രൂപ കറണ്ട് ഇയർ എക്സ്പെൻസ് ആയി ട്രീറ്റ് ചെയ്തിട്ട് ബാക്കി 80,000 ഫിക്റ്റീഷ്യസ് അസറ്റിൽ കാണിക്കും. പിന്നെ നെക്സ്റ്റ് ഇയർ വീണ്ടും ഒരു 20,000 എക്സ്പെൻസ് ആയി ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് 60,000 ആവും. അങ്ങനെ അസറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഡിഡക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, പ്രിലിമിനറി എക്സ്പെൻസ് ഓഫ് എ കമ്പനി, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻസ് വിത്ത് ഫ്യൂച്ചർ ബെനിഫിറ്റ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല. പിന്നെ ബെനിഫിറ്റ് കുറേ കാലത്തേക്ക് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു പാർട്ട് മാത്രമായിരിക്കും കറണ്ട് ഇയറിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക. ബാക്കി എമൗണ്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നവരെ ബാലൻസ് ഷീറ്റിൽ ഫിക്റ്റീഷ്യസ് അസറ്റായി കാണിക്കും. താങ്ക് യു.